പാവക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര എൻജോയ്മെന്റ്. മുത്തച്ഛന്റെ മേത്തുനിന്ന് പോണില്ല. ആന കളിക്കുന്നു, തോളത്ത് കയറി കളിക്കുന്നു, തലയിൽ കയറി കളിക്കുന്നു. എന്ത് പറഞ്ഞാ തണുപ്പിന്റെ കുട്ടി വായത്തോന്നി വിളിക്കുമ്പോ ആലോചിക്കണേ. ഈ വ്ളോഗിലേക്ക് ഇതിനൊന്ന് മര്യാദക്ക് കൊണ്ടുവരാൻ എന്താ ചെയ്യാ? നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് എടുത്താലോ? ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കലുണ്ടല്ലോ, അങ്ങനെ പിടിച്ചിട്ടൊരു ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. നാട്ടുകാരോട് വേണമെങ്കിൽ പറയാം, നിങ്ങളോട് പറയില്ല. 7ാം മാസം ചടങ്ങുണ്ടാവും, ചടങ്ങ്, ബേബി ഷവർ. സ്നേഹമില്ലാത്തോണ്ടാ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ. ചോക്ലേറ്റ് ആണോ വാങ്ങേണ്ടത്, ബൈക്കാണോ വാങ്ങണ്ടേ? ബൈക്ക്. സൈക്കിൾ ഓടിക്കാൻ പഠിച്ച പിറ്റേ ദിവസം മുത്തച്ഛൻ ബൈക്ക് വാങ്ങിച്ചു. അക്കോർഡിംഗ് ടു ദിസ് വയർ ഇപ്പൊ എത്ര മാസമായി പറയാവോ, അറിയാത്തവരുണ്ടെങ്കിൽ? ഇന്ന് എടുക്കണ്ട ഞാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. വാവക്കുട്ടിക്ക് ലീവ് എടുപ്പിച്ചു. എൻ്റെ കാലിന് വയ്യ, ആങ്കിൾ ഇന്നലെ ഒന്ന് പടം പറഞ്ഞതല്ലേ, അപ്പോൾ ഒന്ന് ലീവ് എടുത്തു. റിസ്ക് എടുക്കണ്ടല്ലോ. മാത്രമല്ല അമ്മമ്മയും മുത്തച്ഛനും വരാൻ പോകുന്നുണ്ട് വാവക്കുട്ടിയുടെ. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് വാവക്കുട്ടിക്ക്. ആളിതപ്പോൾ വീട്ടിലുണ്ട്, ഇവിടെ ഫുള്ള് കളിയാ. ഇതാ കളിക്കുന്നു സത്യൻ. ഞാനിതാ എല്ലാവരുടെയും ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പം എനിക്കുള്ള ദോശ ഉണ്ടാക്കുകയാണ്. ഏറ്റവും വലിയ പണി എന്താ ചോദിക്കുകയാണെങ്കിൽ വാവക്കുട്ടീനെ പാല് കുടിപ്പിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇത് കുടിച്ച ഇവളെ കൊണ്ട് ഇത് കുടിപ്പിക്കൽ ഏറ്റവും പണി. മുത്തശ്ശിയുടെ നേതൃത്വത്തിൽ അടിച്ചു പോരാൻ പഠിപ്പിക്കുകയാണ് വാവക്കുട്ടീനെ. പൊടിക്ക് വേദനയ്ക്കും വാവ, പതുക്കെ ആക്കിയാ മതി. 1.5 മണിക്കൂർ നേരത്തെ അടിച്ചുപോരലിനൊടുവിൽ വാവക്കുട്ടി മൊത്തം പൊടിയും ഗേറ്റിന് പുറത്തോട്ട് അടിച്ചു പൂട്ടിയിരിക്കുകയാണെന്ന വിവരം അറിയിച്ചു കൊള്ളുന്നു. എന്താ സന്തോഷം നോക്കി. ഇന്ന് അമ്മ അച്ഛനും വരുന്നത് പ്രമാണിച്ച് എന്ത് കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് മാഡം? വ്ളോഗിൽ എടുക്കണ്ടേ, പിന്നെ നാണോ ആരെ എടുക്കും? എന്ത് കൂട്ടാനാണ് ഉണ്ടാക്കുന്നേ? എന്തെങ്കിലും ഉണ്ടാക്കും. ഗൈസ്, എന്നോടുള്ള കലിപ്പ് ഇനിയും തീർന്നിട്ടില്ല ഗൈസ്. ദേഷ്യത്തിലാ വ്ളോഗിൽ വര മാട്ടേന്ന് ചൊല്ലിയിരിക്കാങ്ക. എതുക്ക് ഇവിടെ കോവം? അതാ അമ്മമ്മയും മുത്തച്ഛനും വന്നല്ലോ. മുത്തച്ഛൻ വന്നല്ലോ. എന്താ അന്തം വിട്ടിക്കണ്? എന്താ സന്തോഷം വരാത്ത മുഖത്ത്? എന്റെ വേണ്ടി ചോദ്യന് അതാ കണ്ടുപിടിച്ചല്ലേ ബ്രേസ്ലെറ്റ്. ഇനി എന്താ നോട്ടൊക്കെ അല്ലേ? പോകാൻ കണ്ടിട്ടുള്ള നോട്ടൊക്കെ നല്ല വെച്ചല്ലേ റോഡുണ്ട്. പെണ്ണ് ബ്ലൂ പെണ്ണാ. ഞാൻ 2-3 എടുത്തു. വാവക്കുട്ടിക്കുള്ള ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അവര്. കുറേ ഉണ്ട്. വാവക്കുട്ടിക്ക് സ്വർഗ്ഗമാണ്. എത്ര ചോക്ലേറ്റും ബിസ്ക്കറ്റും വേണമെന്നറിയോ? ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. മാങ്ങ, പഴം, ഓറഞ്ച്, ആപ്പിൾ എല്ലാം ഉണ്ട്. ഇത് മുഴുവൻ മുത്തച്ഛൻ തന്നതല്ലേ? ഇത് മുഴുവൻ വാവ എന്ന് അതിനകത്ത് എടുത്ത് വെക്കും. പന്നിക്കുട്ടീൻ്റെ തലേൻ്റെ ഉള്ളിൽ ഇടും. ഇത് ഫുള്ള് വാവയുടെ പൈസയാണ്. അവിടെ ഇരുന്നിട്ട് കിട്ടോ. മുത്തച്ഛൻ്റെ അവിടെ പോയിട്ട് ഇട്ടിട്ട് ഇവിടെ കൊണ്ടുവന്നേക്കണം കേട്ടോ. എന്താ കിച്ചണിൽ ഉണ്ടാക്കി? ഒന്നും ഉണ്ടാക്കില്ല, പട്ടിണിയാ. ആരും ഒന്നും കഴിക്കണ്ട. എന്താ പറയൂ, എടുക്കണ്ടേ. ഇനി ശുണ്ടി മാറിയില്ലേ? മൂക്കത്തെ ശുണ്ടി ഇല്ല. എന്താ ശുണ്ടി മാറാത്തത്? അതുപോലെ വേണിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട്. സോറി. സോറി ഒന്നും വേണ്ട. എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? സോറി അല്ലെങ്കിൽ കുപ്പിയിലിടാനുള്ള സോറിയാ. ഇപ്പൊ സോറി പറഞ്ഞ് നാളെ അതന്നെ ചെയ്യണം. എന്തിനാ പിന്നെ സോറി പറയണേ? വേണ്ട. എന്താന്ന് വെച്ചാല് സോറി ചോദിച്ചിട്ട് അതന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ആളാ നിങ്ങളൊക്കെ. എന്നാ എടുക്കണ്ട പറയണ്ട. കേട്ടത് നമ്മള് ഇണങ്ങിയതല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ എങ്ങനെയാണെങ്കിലും വ്ളോഗിൽ വരും വിചാരിക്കണ്ട. നേരത്തെ പറഞ്ഞല്ലോ. എന്താ വാകുട്ടി ഇത്? ഇതെന്തത്?
നമുക്കത് ബൈക്ക് വാങ്ങണല്ലേ, അതുകൊണ്ട് ചോക്ലേറ്റ് ആണോ വാങ്ങേണ്ടത്, ബൈക്കാണോ വാങ്ങണ്ടേ? ബൈക്ക്. ബൈക്ക് മുത്തച്ഛന് മോള് ഓടിക്കാൻ പഠിക്കേ, സൈക്കിൾ ഓടിക്കാൻ പഠിക്കേ. മുത്തച്ഛൻ വാങ്ങിത്തരുന്നുണ്ട് ബൈക്ക് കേട്ടോ. സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാൽ പിറ്റേ ദിവസം മുത്തച്ഛൻ ബൈക്ക് വാങ്ങിത്തരും. കുളിക്കണ്ട പെണ്ണാണൊക്കെ നടന്നാ മതിയാ. കഴിച്ചിട്ട് പോ, അവിടെ നിന്നോളൂ. 2 മണിക്കാണ് ലഞ്ച് കഴിക്കണേ. എന്തൊക്കെ സ്പെഷ്യൽ? കൂട്ടാൻ, അവിയൽ, ഇന്നലെ അമ്മ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു കുറച്ച് പെപ്പർ വേണം, അത് കണ്ടില്ല. ഇവിടെ ഇല്ല നിൽക്കാറില്ല. പെപ്പറിൻ്റെ ഇവിടെ മതി. അത് ഇല്ലത് കഴിക്കാമോ? ഇതൊക്കെ കഴിക്കാൻ കൊതിച്ചിരുന്നേ. അച്ഛൻ എന്തിനാ എണീറ്റ് പോയേ? ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വരികയായിരുന്നു. അവയില് സൂപ്പറാണ് പറയാം. എന്താ ഇവിടെ വെള്ളം കളയുന്നത്? കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. കഴുകി തരാലോ, ശരിയായി തരാലോ. വീഡിയോ ആദ്യം മുതലെടുത്തു. കുട്ടി ബ്ലോഗർ ഇവിടെ ജനിച്ചിരിക്കുകയാണ് ഗൈസ്. ലൈറ്റ് കത്തിച്ചേര്. ഇതിന് ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഇല്ലല്ലോ. അതിപ്പോ ഇവിടെ വെളിച്ചുണ്ടല്ലോ, അതുകൊണ്ട് ഓണാക്കാത്താണ്. അതിന് നമുക്കിതിൽ ഞെക്കിയിട്ട് ഓണാക്കി കഴിഞ്ഞാൽ ലൈറ്റ് വരും. ആ കുപ്പായിട്ടൊന്ന് ഞെക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അല്ലേ. ഇപ്പൊ കത്തിയല്ലോ, സമാധാനമായാലും. ഇതെന്താ തലയില്? അച്ഛൻ ഹെൽമെറ്റ് ഇടുമ്പോ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന തൊപ്പിയാ, അതെടുത്തുകൊണ്ട് പോന്നിരിക്കണ്. അതെടുത്തിട്ട് അവിടെ തന്നെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ സ്ഥലമില്ലല്ലോ. മുത്തച്ഛൻ അമ്മമ്മയൊക്കെ കിടക്കുമ്പോ അച്ഛൻ ഇവിടെ കിടക്കാന്ന് വിചാരിച്ചു. എല്ലാവർക്കും കൂടി സ്ഥലമില്ലല്ലോ. മുത്തശ്ശൻ വന്ന ഒരേ ആറാട്ടാ, എന്തൊരു ഖുഷിയാ. ആന കളിക്കാൻ സമയമൊന്നുമില്ല മാവേ, 3 മണിയല്ലേ. കുറച്ചേരം കിടന്ന് ഉറങ്ങിക്കൂടെ? മുത്തശ്ശൻ കൊറേ മാസങ്ങളായിട്ടുള്ള ആഗ്രഹം ഇപ്പൊ നടത്താണേ. വീടൂട്ടോ, അത് പൊടി അവിടെ തൊടണ്ട. പോകുമ്പോ അപ്പോഴും കൈ മുകളിലും താഴ്ത്തല്ലേ. ഫോൺ എടുക്കൂട്ടോ. അത് എല്ലാരും എടുക്കല്ലേ? മോളിന്ന് എടുത്താ നല്ല വ്യൂ കിട്ടും. നല്ല വ്യൂ കിട്ടും മോളിന്ന് എടുത്താ. എന്താ കുശീല ഉറങ്ങൂലെന്നോ? ക്യാമറയിൽ വന്നല്ലോ. ഇല്ലേ കണ്ടു മുത്തച്ഛൻ. കഷ്ടപ്പെട്ടു. അച്ഛൻ്റെ അടുത്ത് ഇത്രയൊന്നും നടക്കൂല. അപ്പൊക്കെ ഇറക്കി വിടും. എല്ലാ പണിയും കഴിഞ്ഞിട്ട് കിടക്കുക. ഇതൊക്കെ തൂത്ത് വാരി തുടച്ച് പച്ചപ്പയർ നേരെയാക്കി വെച്ചു. ഞാൻ അത് അരച്ചോ. കറണ്ട് പോയാലോ? കറണ്ട് പോകാൻ ചാൻസ് ഉണ്ടല്ലേ? ഇടി കെട്ടണുണ്ട്. കമ്പ്യൂട്ടർ നിർത്തിക്കളാം. നല്ല ഗംഭീരം മഴ കഴിഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെ ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റാൻ പോകണം എനിക്കറിയാൻ പാടില്ല. ഞാനൊരു 2 മിനിറ്റ് നേരം കടന്നു. ഭയങ്കര ക്ഷീണം. വാവക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര എൻജോയ്മെൻറ്റ്. മുത്തച്ഛൻ്റെ മേത്തുനിന്ന് പോണില്ല. ആന കളിക്കുന്നു, തോളത്ത് കയറി കളിക്കുന്നു, തലയിൽ കയറി കളിക്കുന്നു. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഒന്ന് അനക്കൊന്നുമില്ലാതായിട്ട് ഉറങ്ങി തോന്നുന്നുണ്ട്. ഇത് വരെ കളിയായിരുന്നു. മുത്തച്ഛനും അമ്മമ്മയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് സ്വർഗ്ഗമാണ്. മാവ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുപയർ കൊണ്ട് ഇപ്പോൾ മാവ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അതിലേക്ക് ചേർക്കുന്നത് പച്ചമുളക്,
അതുപോലെ അത്യാവശ്യം ഉലുവ, ജീരകം, അങ്ങനത്തെ ഉള്ള കുരുമുളക് ഇതൊക്കെ ചേർത്തിട്ട് കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മാവ് കിട്ടും. ഇതുകൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചമ്മന്തി ആവശ്യമില്ല, കൂട്ടാൻ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. വെറുതെ നമുക്ക് പൊട്ടിച്ച് തിന്നാം. അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഒരു ആന്ധ്രക്കാരുടെ വീഡിയോ നിന്നാണ് ഞാനിത് കണ്ടിട്ട് പഠിച്ചത് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അച്ഛനമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ വന്നു കഴിഞ്ഞാൽ പൊതുവെ പച്ചദോശ ഉണ്ടാക്കി തരൂ എന്ന് പറയാറുണ്ട്. ഇന്ന് മാവേ കഴിഞ്ഞിരുന്നു, രാവിലത്തെ ഉണ്ടാക്കലോട് കൂടി അത് തീർന്നു. പിന്നെ ഈ മാവ് ഇങ്ങനെ ഇടിച്ച് ഇതിലത്തെ എന്താ പറയുക വേസ്റ്റ് എന്നൊക്കെ കളഞ്ഞ് റെഡിയാക്കണ പരിപാടി അമ്മയുടെ പണിയാണ്. എന്താ ഇവിടെ ഇരുട്ടത്തിരിക്കണ്? അരവും പരിപാടിയൊക്കെ കഴിഞ്ഞു. ചെറുപയർ ദോശ റെഡി, അരിദോശ റെഡി. ഞമ്മൂനും കുട്ടിക്കൊക്കെ കഴിക്കാറായിച്ച ഉണ്ടാക്കി തുടങ്ങാം. എന്താ നിങ്ങളെ പാട്? കഴിക്കാറായോ? ആയാ? കഴിക്കാനുണ്ടെങ്കിൽ വാ ഫസ്റ്റ് ഡിന്നർ. കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. കേൾക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. എടുക്കണ്ടാന്ന്. ആറരയായപ്പോഴേക്ക് അമ്മയുടെ ഡിന്നർ ഇതാ റെഡി ആയി. അമ്മ ഇതാ കഴിച്ചുകൊണ്ടിരിക്കണു. ഞാൻ എൻ്റെ ഡിന്നർ ശരിയാക്കി, ഞാനും കഴിക്കട്ടെ. വാടാ ഇതറാവോ ആയി മേരെ ബേട്ടി. എടുക്കണ്ടാട്ടോ, ഞാൻ വ്ളോഗിൽ ഇല്ല, ഞാൻ പറഞ്ഞു. ഇത് എടുക്കേണ്ട ആവശ്യമില്ല. പാദസരത്തിന്റെ ഒച്ച കേട്ടാ ഞാൻ അപ്പ ക്യാമറ ഓണാക്കി. എന്നാ എടുക്കണ്ടാന്ന്. തൊന്താനെ ഒറ്റയ്ക്ക് ചെയ്തോ. ആ ചിരിച്ചു നിന്നാൽ ആ മോന്തയ്ക്ക് എത്ര വൃത്തി ഉണ്ടായിരിക്കും. ഒരു മോന്തയും വെച്ചിട്ട് അവിഞ്ഞ എക്സ്പ്രഷനും കൊടുക്കും. പിന്നെ എങ്ങനെ ലുക്ക് വരും? എനിക്ക് ലുക്ക് വേണ്ട. ഈ മുഖത്ത് സൗന്ദര്യം ഇങ്ങനെ തുളുമ്പല്ലേ. എടുക്കണ്ട ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞാ തണുപ്പിന്റെ കുട്ടി. വായത്തോന്നി വിളിക്കുമ്പോ ആലോചിക്കണേ. ഈ വ്ളോഗിലേക്ക് ഇതിനൊന്ന് മര്യാദക്ക് കൊണ്ടുവരാൻ എന്താ ചെയ്യാ? പ്ലീസ് വന്നാലും ഉണ്ടാവും ഇങ്ങനെ ക്യാമറ വെച്ചിട്ട്. പ്ലീസ് ലേഡീസ് കമന്റ് ബിലോ. ഞാൻ കഴിക്കാൻ പോവാ. 80% നമ്മുടെ വ്യൂവേഴ്സ് ലേഡീസ്, അതറിയോ? 20% ആണ് ജെൻസ് ഉള്ളത്. മെജോറിറ്റി ഇയാളെ കാണാൻ അപ്പൊ ആൾക്കാർ വരുന്നല്ലേ അതിന്റെ അർത്ഥം? എന്നെ ആർക്കും വേണ്ട. ലേഡീസ് ആണെങ്കിൽ ഇപ്പൊ മെജോറിറ്റി എന്നെ ആയിരിക്കില്ല കാണാൻ വരുന്നത്. ഛേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒറ്റ കമന്റ് പോലും ഇല്ലല്ലോ. അമ്മൂനെ കുറിച്ചിട്ടും അവക്കുട്ടീനെ കുറിച്ചിട്ടും അമ്മയെ കുറിച്ചിട്ടും മാത്രം അതിനകത്ത് കമന്റ്. ഈ ഡയലോഗ് വെച്ച് എന്നെ എടുക്കണം. ഞാൻ സംസാരിക്കാൻ വിചാരിക്കണ്ട, എന്നെ എടുക്കണ്ട. എന്നെ ഒരു മനുഷ്യൻ കമന്റ് ചെയ്തിട്ടുമില്ല, എന്നെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഞാനിവിടെ ആരുമേ അല്ല. ഞാൻ കഴിക്കാൻ പോ. നിങ്ങൾ കഴിച്ചല്ലോ. ആ വിളിച്ചല്ലോ, വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ വിശക്കുന്നില്ല, ഇപ്പൊ വിശക്കുന്നുണ്ട്. ഞാൻ കഴിക്കാൻ പോകും. ഇതിനോട് എടുക്കണ്ട ഞാൻ പറഞ്ഞു. ഇതിനാണ് തമിഴ്നാട്ടിലൊരു ഡയലോഗ് പറയുന്നത്, അപ്പ പുരിയിലെ ഇപ്പൊ പുരിയത്. എങ്ങോട്ടാ പോണേ? അച്ഛൻ ചോക്ലേറ്റ് കഴിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അച്ഛൻ ചീത്ത പറയൂല്ലേ? ആരെ സമ്മതിക്കാത്ത? അവനെല്ലാം വന്നിട്ട് കോലുമിഠായി തിന്നട്ടെ, അത് തിന്നട്ടെ വന്ന് ചോദിക്കാറുണ്ടല്ലോ. കഴിക്കാറുണ്ട്. ആ അച്ഛൻ വേണ്ടാന്നുണ്ടോ? പറയാ. അവ ഒരുപാട് കഴിക്കുമ്പോ പറയും. 2-3 വരുവരിക്ക് തിന്നാനങ്ങനെ ശരി. ഒരെണ്ണൊക്കെ കഴിക്കുമ്പോ അച്ഛൻ എന്തെങ്കിലും പറയലുണ്ടോ? ഒന്നുമ്പോ നിർത്തില്ലല്ലോ. തുടങ്ങിയ മൂതാരനാണല്ലോ. ആ വിളക്ക് കൊളുത്തിയല്ലോ. ശിവായ നാരായണായ നമ, അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ, ഗോപാലായ നമ, ശ്രീകൃഷ്ണായ നമ, വിഷ്ണുവേ ഹരി. കഴിഞ്ഞു. സൂപ്പർ. സുന്ദരി കുട്ടിയായിട്ടോ. ആ സുന്ദരി കുട്ടിയായി. ഇനി പൊക്കാട്ടെ. ആ പോയിട്ട് വാ. ആളെ കുറിച്ച് അനുഭവിക്കണം. ചുറ്റി 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 തിരിപ്പിക്കണം. ഞാൻ വ്ളോഗ് എടുക്കാൻ ആളെ കിട്ടാണ്ട് ചുറ്റി ചുറ്റി തിരിപ്പിക്കണത്ര. ഇതാണ് പ്ലാന്, അതാണ് ഉദ്ദേശം. അക്കോർഡിംഗ് ടു ദിസ് വയർ ഇപ്പൊ എത്ര മാസമായി പറയാവോ? അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് എടുക്കണ്ട ഞാൻ പറഞ്ഞു. അറിയാത്തവർ വേണമെങ്കിൽ അറിഞ്ഞോട്ടെ. ഇപ്പൊ 6 മാസം നടക്കണ്. ഈ 19-ാം തീയതി വന്നാൽ 7-ാം മാസം തുടങ്ങും. വാവ്. വിത്തിൻ 2-3 months. നവംബറിലാണ് ഡ്യൂ. ഇന്ന് എടുക്കണ്ട. ഞാൻ അറിയാത്തവർക്ക് പറഞ്ഞതാ. അറിയണമെങ്കിൽ അറിയട്ടെ, അല്ലാതെ എന്നെ എടുക്കണ്ട. ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്യൂട്ടോ. ഞാൻ ഇതൊന്നും എഡിറ്റ് ചെയ്യില്ല, അങ്ങനെ എടുത്തിടും. പോസ്റ്റ് ചെയ്തൊക്കെ എന്താ? ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തെറ്റായാലും കൊള്ളാം, ശരിയായാലും കൊള്ളാം. ഒരു പാവം കിട്ടിയതിന് 2-3 ദിവസമൊക്കെ വ്ളോഗിൽ ഇട്ടിട്ട് ഇങ്ങനെ പീഡിപ്പിക്കാവോ?
നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് എടുത്താലോ? ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കലുണ്ടല്ലോ, അങ്ങനെ പിടിച്ചിട്ടൊരു ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. 7-ാം മാസം ചെയ്യും വളകാപ്പ്. ഞാൻ പറയും, നാട്ടുകാരോട് വേണമെങ്കിൽ പറയാം, നിങ്ങളോട് പറയില്ല. 7-ാം മാസം ചടങ്ങുണ്ടാവും, ചടങ്ങ് ഒന്ന് ചെയ്യണമെന്നുണ്ട്. വളകാപ്പ് എന്ന് പറയും, ബേബി ഷവർ. അങ്ങനെയല്ല ശരിക്കും നിൽക്കേണ്ടത്, കുറച്ചൊരു പിന്നിൽ കൈ വെക്കണം. ഇതാണ് ഐഡിയൽ ആയിട്ടുള്ള ഗർഭിണി പോസ്. ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈ വെച്ചിട്ട് നിന്നിട്ടുള്ള നടത്താണ്. 2 മാസം കഴിഞ്ഞാൽ തനിയെ വെച്ചോളൂ, വെയിറ്റ് കൂടിയിട്ട്. ഇപ്പോഴേ വെയിറ്റ് കൂടിയിട്ടുണ്ട്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ശരിയാവും, പോയി കുളിച്ചിട്ട് വാ. ഇന്ന് എടുക്കണ്ട. സെക്കൻഡ് കുളി ഇനി 3rd കുളി ഉണ്ടെന്ന്. ഇതാണിപ്പോൾ സെക്കൻഡ് കുളി ഇന്ന് ആയിട്ടില്ല. പാവക്കുട്ടി എനിക്കെതിരെ മുത്തച്ഛൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അച്ഛൻ ചോക്ലേറ്റ് വാങ്ങാൻ സമ്മതിക്കില്ല, കഴിച്ചു കഴിഞ്ഞ് ചീത്ത പറയുന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, ഞാൻ അധികം കഴിക്കാൻ സമ്മതിക്കാറില്ല, മധുരം ആയതുകൊണ്ട്. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുക. എന്നിട്ടിപ്പോൾ 2 പേരും കൂടി, മുത്തച്ഛനും പേരക്കുട്ടിയും കൂടി നേരെ പോയിരിക്കുകയാണ് ചോക്ലേറ്റ് വാങ്ങാൻ. 1, 2, 3 നിൽക്കില്ല കേട്ടോ, ഒരു സഞ്ചി ചോക്ലേറ്റ് ആയിട്ടായിരിക്കും മിക്കവാറും വരിക. എമ്പടി മറ്റേത് 4 വാങ്ങിച്ചു, മറ്റേത് 10 വാങ്ങിച്ചു. എത്ര ചോക്ലേറ്റ് ആണ് പാവക്കുട്ടിക്ക്? എത്ര ചോക്ലേറ്റ് ആണ്? ഇതൊരു സന്തോഷമില്ലാത്ത അച്ഛൻ നിൽക്കണോണ്ടായിരിക്കൂലേ വല്ലാണ്ട് സന്തോഷം കാണിക്കാത്ത? എല്ലാ പരിപാടി അറിയാം പരിപാടി. അതെന്താ സ്നേഹം ഇല്ലാത്തോണ്ടാ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ? ഞാൻ കഴിക്കിട്ട് പോവാ. അച്ഛന് സ്നേഹം ഇല്ലാത്തോണ്ടാണ് അത്ര ഓളെടുത്ത് അധികം മധുരം കഴിക്കണ്ടെന്ന് പറഞ്ഞത്. അത്ര എങ്ങനെയുണ്ട്? എടുക്കണ്ടെന്ന് പറഞ്ഞു. ഈ നാട്ടുകാർ പറയും കേട്ടോ, ഒരു ലിമിറ്റ് ചെയ്യുമ്പോൾ ഞാനാവില്ല, നാട്ടുകാർ പറയാൻ തുടങ്ങും, കാണുന്ന ആൾക്കാർ പറയാൻ തുടങ്ങും. എന്തൊരു വെറുപ്പിക്കലാണ് മൃദുല എന്നുള്ളതായിരിക്കും പറയട്ടെ. ആണോ? ഓ, ഇങ്ങനെ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരുമല്ലോ. വെറുപ്പേത്തിന് പരിധി ഉണ്ട്. എന്നല്ല, കാണുന്ന ആൾക്കാർക്കും വെറുപ്പ് ഇതാവും കേട്ടോ. എന്നെ വെറുപ്പേറ്റി, അത്രക്ക് വെറുപ്പേറ്റിട്ടുണ്ട്. ചെത്തുമണിയെ, ചെത്തനോട് ഇഷ്ടമില്ലാണ്ടാണോ അങ്ങനെ പറഞ്ഞ അച്ഛൻ? ചെത്തനോട് ഇഷ്ടണ്ടായിട്ടാ പറഞ്ഞേ. എന്ത്, ഒരു സഞ്ചി ചോക്ലേറ്റ് വാങ്ങി വെച്ചതോ അവിടെ? അമ്മക്കൊക്കെ കൊടുത്തു. ഒരു സഞ്ചി ചോക്ലേറ്റ് ഒരു കസന അച്ഛന് തന്നാ? അമ്മക്ക് 5 സ്റ്റാർ തന്നു അല്ലേ? അപ്പോൾ ഇവിടെ അച്ഛന് തരണം ആരുടെയും വാങ്ങിന്ന് വരുന്നില്ല. അച്ഛന് ഷുഗർ അല്ലേ, ഡയറ്റ് അല്ലേ? അതും പറഞ്ഞോ. കണ്ടോ, അതെവിടേക്കാ വരണറിയോ? അച്ഛൻ്റെ അടുത്തേക്ക്. കണ്ടോ 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 ഈ സ്നേഹം കണ്ടോ? കണ്ടോ കണ്ടോ കണ്ടോ? സ്വന്തം ഭാര്യക്ക് ഉണ്ട് സ്നേഹം. പറ. ഞാൻ തന്നെ ചിപ്സും അതൊക്കെ എല്ലായിടത്തും കൊടുക്കാൻ പറഞ്ഞു ഭാര്യ. എന്നിട്ട് എങ്ങടാ? അതിന്റെ കൈക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. അല്ലേ, കൊടുത്തിട്ടില്ലേ? ചിപ്സ് കൊടുത്തിട്ടില്ലേ? കൊടുക്കാൻ പറഞ്ഞല്ലേ പറ്റുള്ളൂ, കൊടുത്തോ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കൊടുത്തോന്ന് പറഞ്ഞു. എന്നാ ചെത്തുമണി, അച്ഛന് വേണ്ട, അച്ഛനൊന്നും കഴിക്കില്ല. അച്ഛൻ വെറുതെ പറഞ്ഞതാ. ഈറ്റണ്ട ഈറ്റണ്ടത്ര. ഡിന്നർ ഉണ്ടാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും. പോയി കടന്നുകൂടല്ല, നേരത്തെ 10 മണിയായില്ല, 10 മണി കഴിഞ്ഞു. എല്ലാവരുടെയും കഴിക്കല് കഴിഞ്ഞു. எல்லாருக்கும் பிடிச்சிருந்தேன்னு நினைக்கிறேன். பிடிச்சிருந்தா லைக் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க. நாளைக்கு பார்க்கலாம். பாய். തമിഴില് സൈൻ ഔട്ട്.